ഞാനാ പട്ടി പോ പട്ടി. അത് ശരി, അപ്പൊ നീയാണോ പട്ടി? നീ പോണ പട്ടി. പോ പട്ടി. ഈ പട്ടി പോ പട്ടി. എടാ എനിക്കറിയാം നിനക്ക് തന്നെയാണ് ഏറ് കൊണ്ടേന്ന്. നിനക്കല്ല, ആ ഏറ് പശുവിനാണ് കൊണ്ടേന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നീ ഇംഗ്ലീഷിൽ കൗ കൗ എന്ന് വിളിച്ചോണ്ട് ഓടിയതല്ലേ. ആ വേല എൻ്റെ അടുത്ത് നടക്കില്ല. എനിക്കൊരു അമ്മാവൻ്റെ മോളുണ്ട് കേട്ടാ, മണിക്കുട്ടി. ഞാൻ ഇവിടെ പഴംപുരി ഇടാൻ പറഞ്ഞിട്ട് പോയി വെള്ളം എടുക്കാൻ പോയതാ. 24 മണിക്കൂറും മൊബൈൽ നോക്കിയിട്ട് മറ്റേ ടിക്ടോക്കും ഇതൊക്കെ റെഡി. മണിക്കുട്ടി മണിക്കുട്ടി കൂറുമ്പുള്ളൊരമ്മിണി പൂവാലി ഹലോ, ഹായ് ഗൈസ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് മണിക്കുട്ടി കഫേയുടെ ഫ്രണ്ടിലാണ്. ഈ മണിക്കുട്ടി കഫേ ഒരു കാറ്റടിച്ച കഫേന്ന് വീഴുന്ന ഈ ഓലപ്പരക്കാണ് അവള് മണിക്കുട്ടി കഫേ. ഒന്നും മിണ്ടാതിരിയണ്ണ. ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ഒന്നാം തരം ഒരു പഴങ്കഞ്ചിയാണ്. അണ്ണനല്ല, ഞാൻ ഒറിജിനൽ പഴങ്കഞ്ഞിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പഴങ്കഞ്ഞിയെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് കട്ട തൈരാണ്. എവിടെന്ന് കട്ട തൈരാണ്? രമണയുടെ വീട്ടിൽ നിന്ന്. അതിവിടെ പറയേണ്ട കാര്യമുണ്ടോ? മിണ്ടാതിരി. അതിനുശേഷം നല്ല ഒന്നാം തരം ചുവന്നുള്ളി. ഞാൻ ചന്തയെന്ന് ചുവന്നുകൊണ്ട് വന്ന ഉള്ളി. അതിനിവിടെ പ്രസക്തിയില്ല. അതിനുശേഷം നല്ല ഒന്നാം തരം കപ്പ, നെഞ്ച് തീരാക്കി പിടിച്ചു കൊണ്ടുവന്ന കപ്പ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് നല്ല ഒന്നാം തരം ഇന്നലത്തെ മീൻകറിയുടെ ചാറ് അങ്ങ് എടുത്ത് ഒഴിക്കുന്നു. അതിനുശേഷം നല്ല ഒന്നാം തരം മുളകും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ലാമ്പല. ഈ ലാമ്പ് ഇങ്ങനെ ലാമ്പി 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 നേരെ വായുടെ അകത്തോട്ട് ഇങ്ങനെ എന്നാ പിന്നെ ഇയാൾ വന്ന് കേൾക്കും. ഞാൻ കേട്ടതല്ല, നീ ഇപ്പൊ കിടന്ന് റീൽസ് കളിച്ചോണ്ടിരിക്കുന്നത്. എന്തുണ്ടോ? അപ്പൊ ഗൈസ്, എന്തായാലും ഞങ്ങളുടെ പഴങ്കഞ്ചി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിന്റെ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്നെ വെള്ളം എടുക്കാൻ പോയത്. പഴംപൊരി ഉണ്ടാക്കാനോ? എന്ത്? ഞാനോ? പാവപ്പെട്ടൊരു പഴത്തിനെ എടുത്തിട്ട് അതിന്റെ തൊലിയെല്ലാം അങ്ങ് ഉരിഞ്ഞ് 4ആയിട്ട് കീറി തിളച്ചു കിടക്കുന്ന എണ്ണയിലേക്ക് മാവിൽ മുക്കി ഒഴിക്കാനോ എന്നെ കൊണ്ടൊരിക്കലും പറ്റില്ല. അതിൽ വലിയൊരു ദ്രോഹം വേറെ ഇല്ല. നീ അല്ലടി ഇപ്പൊ എന്റെ അടുത്ത് ദ്രോഹം കാണിക്കണത്. ഉള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി ഇവിടെ വെക്കും, അതെല്ലാം തിന്ന് തീക്കുന്നതെല്ലാം നിന്റെ ദ്രോഹം. അണ്ണ, അത് ഞാൻ വൈറലാകാനായിട്ട് ചെയ്യുന്നതല്ലേ? എന്നടി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നു, എല്ലാം നിന്റെ ഈ വൈറലാകുന്നു. ഇതാണ് പ്രശ്നം. സത്യം പറഞ്ഞ നമ്മുടെ കല്യാണം നടക്കാൻ എന്തുകൊണ്ടാണ്? അണ്ണൻ അങ്ങ് ജയിലിലായതുകൊണ്ടാണ്. ഞാൻ ജയിലിൽ പോയോണ്ട് അവിടെ പോയി നല്ല പാചകം പഠിച്ച് ഇവിടെ ഒരു കൊച്ചു കടയിട്ട് ഇപ്പൊ നിനക്ക് വിഷ്ണാനം തിന്നാലേ ഇവിടെ കിടന്ന്. എന്ത് പറഞ്ഞു പറഞ്ഞാൽ അണ്ണൻ എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത്? അമ്മണിയണ്ണ നാട്ടിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ലൊരു പേരുണ്ട്, അത് അമ്മണിയാണെന്ന് വിളിക്കല്ലേ, അമ്മണിക്കുട്ടണ്ണൻ. എന്തിനാണ് എന്ത് പറഞ്ഞാലും അങ്ങ് ദേഷ്യം? അണ്ണാ, ഞാൻ സത്യം പറയട്ടെ അണ്ണ, സത്യം പറയുവാണ്. അണ്ണൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന മുഖം കാണാൻ ഒരു ഭംഗിയില്ല. നല്ലപോലെ ചിരിച്ചു നിൽക്കുന്ന മുഖമാണ് വൃത്തികേട്. അണ്ണൻ, എനിക്ക് അണ്ണനോട് കാര്യം പറയാനുണ്ട്. അണ്ണൻ, ഞാൻ പറയട്ടെന്ന്. ഞാൻ പറയുന്ന അണ്ണൻ ഒന്ന് കേൾക്കണം. എനിക്ക് കേക്കണ്ട. ഞാൻ പറയണ അണ്ണൻ എനിക്ക് കേക്കണ്ട. എനിക്ക് പറയണ കേൾക്കണമെന്ന്. എന്തൊരു കഷ്ടമാന്ന് പറ. സത്യം പറഞ്ഞ ഈ പാചകക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന എവിടെ വെച്ചെന്നറിയാവോ? സുമതി കുഞ്ഞമ്മയുടെ വീട്ടിലെ പാചകപ്പുരയെ വെച്ച്. അവിടെ വെച്ച് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു, ഈ പുള്ളിക്കാരൻ എന്റേതാണ്, ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. സത്യം പറഞ്ഞ അണ്ണന്റെ കണ്ണ് അന്ന് വന്ന് പതിച്ചത് എന്റെ കണ്ണിലല്ല, എന്റെ ഹൃദയത്തിലാണ്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അണ്ണൻ തകിടയല്ല തരികിടയാണെന്ന്. എന്തോ പറഞ്ഞാലും ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞത് എന്തോ ചെയ്യൂ ഇത്. പക്ഷെ ഈ ദേഷ്യമൊക്കെ മാറ്റാനുള്ള ഇത് എന്റെ കയ്യിലുണ്ട്. അണ്ണനെ ഞാൻ ഇളക്കുമല്ലോ. ചന്ദനമയിലിൽ മണികുങ്കുമവയിലിൽ പതിവായി നിന്റെ മുഖം തൊടുത്തത് ഞാൻ അറിഞ്ഞില്ലേ അറിയാതെ. എന്തോ നീ പൊറോട്ട മൂടിയ തോർത്ത് കൊണ്ടുവന്ന് എന്റെ കാലം വിരിച്ചത്? ആ പൊറോട്ടയിൽ തോർത്ത് കിടന്നൊന്നും പറഞ്ഞ് ആരും നോക്കാനില്ല. പക്ഷെ നീ ഇങ്ങനെ ഒരു നാട്ടിൽ കണ്ടാലേ നാട്ടുകാർ മൊത്തം കടയിൽ കയറി വരും കേട്ടല്ലോ. അയ്യോ, പൂച്ചയെ പഠിക്കാൻ നീ ആരും ശശാങ്കനാടി? പൂച്ചയല്ല, കോച്ച്. ഏത് ടീമിന്റെ കോച്ച്? അയ്യോ, ടീമിന്റെ കോച്ചല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഭയങ്കര വലിയ ബിസിനസ്മാൻ കം ട്രൂ. ഏത് ട്രൂ ഒന്ന് തുറന്ന് പറ. അയ്യോ, എന്നെ കണ്ടിട്ട് മൊത്തത്തിൽ എക്സൈറ്റഡ് ആയി പോയില്ലേ? ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പോയി. ആണല്ലേ? ഇവിടെ ആണുങ്ങളാരും ഇല്ലേ ചേച്ചി? ആണുങ്ങളാരും ഇല്ലേന്ന് ഈ ഇരിക്കുന്ന എന്തോന്നു? മീശയാന്നറിയാം. അല്ലാതെ വയറ്റിലെ ഹബ്ബിലെ ബോർഡൊന്നും അല്ലല്ലോ. നിനക്കറിയാം ഇത് മീശയാണെന്ന്. മനഃപൂർവ്വം എന്നെ കരുവാരത്തേക്കാൻ വന്നതല്ലേ? നിന്റെ ആരുടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അല്ല, ഈ പുള്ളിക്കറച്ച് തമാശയാന്ന് തോന്നില്ലേ? അയ്യോ, ഭയങ്കര തമാശക്കാരനാ, പക്ഷെ മുഖത്തൊന്നും വരത്തില്ല. അതെ. അല്ല, നിന്റെ നീ വന്നതിന്റെ ഉദ്ദേശം? അതൊക്കെ ഞാൻ പറയാം എന്റെ പൊന്നു ചേച്ചി. ഞാൻ ചേച്ചിയുടെ വലിയൊരു ആരാധകനാണ്. ഈ ആരാധകൻ എവിടെ നിന്ന് വരുന്നു? ഞാന് തൃശ്ശൂര്.
ജില്ല കടന്നു ആള് വന്ന് തുടങ്ങി. അതായത് ചേച്ചിന്റെ ഈ ലൈവില്ലേ, ലൈവ് എല്ലാ ദിവസവും ഞാൻ കാണും, കണ്ടിട്ട് ഉറങ്ങാറുള്ളൂ. എന്തായാലും നിങ്ങളുടെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? നല്ല ചൂട് ബെറോട്ടയും ബ്രീസ് ഫ്രൈ ഉണ്ട്. ഈ ഫ്രൈ എന്നാ പുള്ളി ഉദ്ദേശിച്ചത്. ഞാൻ ബീഫ് അങ്ങനെ കഴിക്കാറില്ല. അപ്പൊ ഇവിടെ വാഴയിലയിൽ ഊണ് എന്നാണ്, ഇലയിൽ ഊണോ? ഇലയിൽ ഊണാണ്. നല്ല നല്ല. എന്താണ് ഇവിടെ നിങ്ങൾ ഈ ഇലയിൽ ഇങ്ങനെ ഊണ് കൊടുക്കാൻ കാരണം? ചേമ്പലയിൽ ഊണ് തന്നാ നീ തിന്നൂടാ? ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് എല്ലായിടത്തും ഞാൻ പറയുകയാണെങ്കിൽ നല്ല ഇതുവഴി ആര് പോവാണെങ്കിൽ ഇവിടേക്ക് വരണം, വന്നിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കണം. ഒരു നല്ല ചേച്ചി ഉണ്ടാക്കാൻ നല്ല ഫുഡാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഒരുപാട് സന്തോഷം കേട്ടോ വന്നതിലോ. അയ്യോ തീർച്ചയായിട്ടും. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാല് എനിക്കൊരു ഷാപ്പുണ്ട്. അപ്പൊ ഈ ഷാപ്പില് ഞാൻ ചേച്ചീനെ കറി വെക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ്. ചേച്ചീനെ ഷാപ്പിലേക്ക് കറി വെക്കാൻ വേണ്ടി വിളിക്കാൻ വന്നത്. അയ്യോ ചേച്ചിയല്ല ഇവിടെ കറി വെക്കുന്നതും ചോറ് വെക്കുന്നതൊക്കെ. പിന്നെ ഈ പാവപ്പെട്ട അണ്ണ മാട് പണിയും പോലെ കിടന്ന് പണിയും. ഈ ചേച്ചി ഇവിടെ നിന്ന് ഉരുട്ടി അടിക്കും. ഞാനാ ഇവിടുത്തെ മെയിൻ പാചകക്കാരൻ. അമ്മണിയണ്ണൻ. എന്തുട്ടാ വിളിച്ച പേര്? അമ്മണിയണ്ണൻ. അമ്മണിയണ്ണൻ എന്ത് പേര്? കൂടുതൽ കോമഡി കാണിക്കണ്ട കേട്ടോ. എനിക്ക് എന്റെ അച്ഛനും അമ്മയും നല്ലൊരു പേരിട്ടുണ്ട്, അമ്മണിക്കുട്ടൻ. പക്ഷെ അപ്പൊ ചേട്ടനാണ് ഇവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കണല്ലേ? നമ്മളവിടെ വരുമ്പോഴും ചേട്ടൻ തന്നെ ആഹാരം കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം. പക്ഷെ അവിടെ വന്നാൽ ഒരു പ്രശ്നമുണ്ട്. എന്ത്? അതായത് അവിടെ വന്നാലേ ചേട്ടന്റെ അമ്മിണി റെസ്റ്റ് കിട്ടില്ല. അതായത് അവിടെ എപ്പോഴും കറി അതൊക്കെ വെക്കണ്ടാവില്ലേ? പിന്നെ ഫോറിനേഴ്സ് വരികയാണെങ്കിൽ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അവർക്ക് ആഹാരം കൊടുത്ത് അവർ ഇഷ്ടപ്പെട്ടാല് അമ്മിണിയും കൊത്തിക്കൊണ്ട് അവരങ്ങ് പറയും. ഞാൻ പോവൂല, എനിക്ക് വിദേശത്ത് പോകേണ്ട ലൈസൻസ് ഇല്ല. ഇല്ല. അച്ചാറ് ചേച്ചി പിക്കിള് സൂപ്പറാട്ടാ. മാറിയില്ല ഞാൻ എന്തായാലും ഫുഡൊക്കെ നന്നായിട്ടുണ്ട്. സ്പെഷ്യൽ ആയിട്ട് എന്തള്ളത്? സ്പെഷ്യൽ ആയിട്ടെന്ന് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ കോഴി പൊട്ടിത്തെറിച്ചുണ്ട്. കോഴി പൊട്ടിത്തെറിക്ക് എന്താ ചാവേറാ? അതല്ല, വരാല് കണ്ണ് തള്ളിയതേ. വരാല് ഫ്രൈ ചെയ്യാൻ കഴിച്ചിട്ടുണ്ട്, വരാല് മപ്പാസ് കഴിച്ചിട്ടുണ്ട്. ഇതെന്താണ് വരാല് കണ്ണ് തള്ളിയത്? സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെയും കൊടുക്കുന്ന അങ്ങനെ തന്നെയാണ്. വരാല് പിന്നെ പൊരിച്ചതുണ്ട്, അതുപോലെ തന്നെ വരാല് കറിയുണ്ട്. പക്ഷെ ബില്ല് കിട്ടിക്കഴിയാൻ നേരത്താണ് കണ്ണ് തള്ളുന്നത്. എന്താ പറഞ്ഞു? അല്ല, ഞങ്ങളൊരു രഹസ്യം പറഞ്ഞതേ ഉള്ളൂ. ആണല്ലേ? അപ്പൊ എനിക്കൊരു വരാല് ഒന്ന് പാഴ്സൽ എടുക്കാം. പാഴ്സലായിട്ട് വേണം. അപ്പൊ ചേട്ടാ ഒരു കാര്യം, വരാല് പാഴ്സലായിട്ട് എടുക്കേ. ചോറെടുക്കട്ടെ? വേണ്ട, ഇപ്പൊ തന്നെ ആവശ്യത്തിലായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കയ്യടിക്കണ എവിടെയായിരുന്നു? ആദ്യം കൈ കഴുകിട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇത് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ തന്നെ ചേട്ടൻ അങ്ങോട്ട് മാറാനായിട്ട് കാത്തിരിക്കുവായിരുന്നു. എനിക്ക് സാറിന്റെ കൂടെ റീൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. റീൽ ചെയ്യാൻ എന്താണ്, എനിക്കും സന്തോഷമുള്ളൂ. റീൽ ചെയ്യണം എന്നാണ് ഞാനും പറയാറുള്ളത്. എല്ലാരും റീൽ ചെയ്യണം. മാത്രമല്ല ഞാനിവിടെ വന്നിട്ട് ഒരു പിടി ചോറിൻ്റെതല്ലേ. ഒരു പിടിയോ? ഒരു പറ. അതാ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഉപ്പും ചോറും കഴിച്ചല്ലേ എന്നാ ഉദ്ദേശിച്ചത്. അപ്പൊ ബാക്കി കറി മൊത്തം ഞാനാണോ വരുത്തിന്നേ? പെങ്ങളെ, എനിക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ റീൽ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. ആണല്ലേ? അങ്ങനെയാണെന്ന് നമുക്ക് ഈ റീൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്ലേ ദ മ്യൂസിക്. അയ്യോ, അടിപൊളി. എന്തോന്നു തുമ്പി ഞാൻ അടിച്ചൊന്ന് ശരിയാക്കും. കഴിച്ചു നോക്ക്. അപ്പൊ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ഇതിൽ വരുമ്പോ തീർച്ചയായിട്ടും ഇവിടെ കേറുന്നതായിരിക്കും കേട്ടോ. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ പോയിട്ട് വരാട്ടോ. അപ്പൊ ഇതാരെടുക്കും? ചേച്ചി ഇറങ്ങാണെന്ന് പറഞ്ഞത് ഒന്ന് പറഞ്ഞു കേട്ടോ. ഇതൂടെ കൊണ്ടുപോകണം. ഏത്? ഈ ഇല ആരെടുക്കും? എല്ലാ ചേട്ടനല്ല ഇട്ടത്. അപ്പൊ ചേട്ടൻ തന്നെ എടുക്കണം. നീ ആണോ ഉണ്ടത്? ആണ്. അപ്പൊ നീ തന്നെ എടുക്കണം. അല്ല, അങ്ങനെ എനിക്കിങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. ഇല എടുത്തുള്ള ശീലം എനിക്കില്ല. ഇല നീ എടുത്തേ പറ്റൂ. ഇല എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞില്ല. അത് പറ്റാത്ത ഇല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇല നീ എടുത്തില്ലെങ്കിൽ അടിച്ച് ഞാൻ പല്ല് തകർക്കും. എന്താ പറഞ്ഞ? നീ പല്ല് തകർക്കുന്ന? പല്ല് തകർക്കുന്ന? പല്ല് തെറിച്ചില്ലേടാ, പൊക്കൂടേന്ന്. നിനക്ക് പൊക്കൂടേടാ. പല്ല് തെറിച്ചു പോയില്ലേ പൊക്കൂടേന്ന്. നീ വെറുതെ വരുന്ന ആൾക്കാരെ കൊണ്ട് ഓരെ കൊണ്ട് എല്ലാം നീ എടുപ്പിക്കില്ലടാ. ഇത്രയും ഇടി കിട്ടിയത് പോരെ, ഇനിയെങ്കിലും പോടാ. ഇനി മേലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും പറയരുത് കേട്ടോ നീ. Kannan Devi Group presents West on Flowers Aka Ponnonakazha 2025.